ഇറാൻ വിറയ്ക്കുകയാണോ? ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പെർഷ്യൻ ഗൾഫിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അമേരിക്കൻ നാവികസേനയുടെ പടക്കപ്പലുകൾ അവരുടെ റഡാർ സിഗ്നലുകൾ ഓഫ് ചെയ്ത് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല, ഇറാനെതിരെ അവസാനവട്ട നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. വാഷിംഗ്ടണിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരെ ശക്തമായിട്ടുള്ള സൈനിക നടപടിക്കാണ് അമേരിക്ക കോപ്പുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലും അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉൾപ്പെട്ട വൻ സൈനിക വ്യൂഹം അറബിക്കടലിലേക്കോ പേർഷ്യൻ ഗൾഫിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം, ഈ കപ്പലുകളുടെ സ്ഥാനം തിരിച്ചറിയാൻ സഹായിക്കുന്ന AIS ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തനരഹിതമാണ് എന്നതാണ്. അതായത് ആരും അറിയാതെ നിശബ്ദമായി ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. കടലിൽ മാത്രമല്ല, ആകാശത്തും യുദ്ധമുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തകർക്കാൻ ശേഷിയുള്ള F-15E സ്ട്രൈക്ക് ഈഗിൾ പോർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ എത്തിക്കഴിഞ്ഞു. ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടായേക്കാം. കൂടാതെ ഈ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-135 വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് എന്നത് ദീർഘദൂര ആക്രമണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിലും ഖത്തറിലുമായി അമേരിക്കയുടെ താഡ് പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ്. നമുക്കറിയാം, അമേരിക്ക പെട്ടെന്നുള്ള ഈ ഒരു അമേരിക്കയുടെ പ്രകോപനത്തിന് കാരണം എന്തെന്നാൽ ഇറാനിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളാണ്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ വലിയൊരു ലഹളയായി മാറിയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാരികളെ ഇറാൻ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുകയാണ്. ഇവിടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3000-ലധികം പേരാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. അതല്ല, അതിന് മുകളിലാണെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥ മരണസംഖ്യ 20,000 കടന്നേക്കാമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. പ്രക്ഷോഭകർ കൊല്ലപ്പെടുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സൈനിക നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതൊരു ചെറിയ ആക്രമണത്തിൽ ഒതുങ്ങുമെന്ന് കരുതാൻ വയ്യ. ഇറാനിലെ പ്രതിസന്ധി നേരിടാൻ പലതരത്തിലുള്ള പദ്ധതികളാണ് അമേരിക്കയുടെ മേശപ്പുറത്തുള്ളത്. തുടക്കത്തിൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും തകർക്കുക എന്നതായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ സാഹചര്യം വഷളായി കഴിഞ്ഞാൽ ഇറാന്റെ ആണവ നിലയങ്ങളെ നേരിട്ട് ആക്രമിക്കാനും ഒരുപക്ഷെ ഇറാനിലെ ഭരണകൂടത്തെ തന്നെ താഴെയിറക്കാനും ലോക പോലീസ് ചമയുന്ന അമേരിക്ക മടിക്കില്ല. തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറെടുക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആരോപിക്കുന്നത്. അവരിപ്പോഴും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ മനസ്സിലാക്കിയിട്ടില്ല. നേരിട്ടുള്ള യുദ്ധത്തിന് മുതിർന്നില്ലെങ്കിലും ഹിസ്ബുള്ളയും ഹൂതികളെയും ഉപയോഗിച്ച് പരോക്ഷ യുദ്ധത്തിന് ഇറാൻ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. കൂടാതെ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ആഗോള എണ്ണവില വർദ്ധിപ്പിക്കാനും ഇറാന് സാധിക്കും. ഗാസയിൽ യുദ്ധം നടക്കുന്നതിനാൽ ഇസ്രയേൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഒരുപക്ഷെ തയ്യാറായില്ലെങ്കിലും അവരുടെ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് നിർണായകമാകും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. പ്രക്ഷോഭകരെ സംരക്ഷിക്കാനെന്ന പേരിൽ അമേരിക്ക തുടങ്ങുന്ന ഈ ഒരു സൈനിക നീക്കം മേഖലയെ ആകെ പിടിച്ചുലയ്ക്കാൻ ഒരു വലിയ യുദ്ധമായി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എണ്ണവിലയിലും നയതന്ത്ര ബന്ധങ്ങളിലും ഇതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്.